വാസ്തവത്തിൽ ഭഗവാൻ എങ്ങും നിറഞ്ഞിരിക്കുന്ന ശക്തിയാണ്. ഒരേ സമയം ഒരു 10 ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയാൽ അവിടെല്ലാം ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും. ഭഗവാൻ എന്തിനാണ് രാജാവിന് ഇങ്ങനെ ദർശനം കൊടുത്തത്? ഞാൻ ഒരിടത്ത് മാത്രം ഇരിക്കുന്ന ആളാണ്, ഒരു വ്യക്തിയാണെന്ന് എന്ന് ബോധ്യപ്പെടുത്താനല്ല. കുശലാരുടെ മഹത്വം ഈ മാനസപൂജയ്ക്ക്, മനസ്സുകൊണ്ട് ചെയ്യുന്ന ആ പ്രതിഷ്ഠയ്ക്ക്, ബാഹ്യമായി ചെയ്യുന്ന പ്രതിഷ്ഠയെക്കാളും മഹത്വമുണ്ട് എന്ന് രാജാവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഭഗവാൻ ഇങ്ങനെ ഒരു ദർശനം രാജാവിന് കൊടുത്തത്. അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് ആരറിയും? ലോകം അറിയത്തില്ലല്ലോ. ലോകം അറിഞ്ഞാലല്ലേ നാളെ മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ. നമ്മളൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? രാജാവ് ഇങ്ങനെ ഒരു സംഭവത്തിന് പാത്രം ആയതുകൊണ്ടാണ് നമുക്കിത് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ സർവ്വവ്യാപ്തത്തിന് കുറവുണ്ടെന്നോ ഒന്നുമല്ല അതിനർത്ഥം. ഭഗവാൻ സർവ്വവ്യാപി തന്നെയാണ്. ഭഗവാനല്ല ഒരേ സമയം എവിടെയും പ്രതിഷ്ഠയിൽ പങ്കെടുക്കാം, പ്രതിഷ്ഠയിൽ അതിന് ചൈതന്യം ഉണ്ടാവും. പക്ഷേ ഈ കഥയിൽ കൂടി മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന ക്രിയയ്ക്ക് ബാഹ്യമായി ചെയ്യുന്ന ക്രിയയെക്കാളും പ്രാധാന്യമുണ്ട്. ബാഹ്യമായി ചെയ്യുന്ന ക്രിയകൾ മനസ്സുകൊണ്ട് ക്രിയകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രേരണ തരുന്നു. കൊച്ചുകുട്ടികൾക്ക് സപ്പോസ് ദിസ് ഇസ് എ ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞ് നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ വിരലല്ല ടെസ്റ്റ് ട്യൂബ്. അപ്പോൾ അതൊരു ടെസ്റ്റ് ട്യൂബായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് പതുക്കെ കെമിക്കൽ ഒഴിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പം ഇങ്ങനെ സങ്കല്പിക്കാൻ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് മനസ്സുകൊണ്ട് എങ്ങനെയാണ് ഒരു പൂജ ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിലെ ആചാരങ്ങൾ നമ്മളെ സഹായിക്കുന്നു. മനസ്സുകൊണ്ട് നമുക്ക് നിവേദ്യം ഉണ്ടാക്കാൻ പറ്റും, മനസ്സുകൊണ്ട് നമുക്ക് ഭഗവാന് നിവേദ്യം കൊടുക്കാൻ പറ്റും, ആ നിവേദ്യം കഴിക്കുന്നത് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനുവേണ്ടി ബാഹ്യമായിട്ട് ഒരു രൂപം ഉണ്ടാക്കി നമുക്ക് ഭഗവാനെക്കുറിച്ച് സങ്കല്പിക്കുന്ന എന്തെങ്കിലും രൂപം വേണം. മനസ്സിന് എന്തെങ്കിലും രൂപമോ നാമമോ ഇല്ലാതെ ഒരു ചിന്തിക്കാൻ പറ്റില്ല. മനസ്സ് ചിന്തിക്കുന്നത് നാമരൂപങ്ങളാണ്. 2 കാലുകൊണ്ടാണ് മനസ്സ് നടക്കുന്നത്. മനസ്സിൻ്റെ കാലുകൾ അതാണ്. അപ്പോൾ ഈ നാമരൂപങ്ങളെല്ലാം നമുക്ക് ചിന്തിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ആ സാധാരണക്കാരനെ സംബന്ധിച്ച് നാമരൂപങ്ങൾ ആവശ്യമാണ്. അപ്പം നാമരൂപങ്ങൾക്ക് ഈ ക്ഷേത്ര പ്രതിഷ്ഠ ആ ഒരു രൂപമൂർത്തി നമ്മളെ സഹായിക്കുന്നു. പലപ്പോഴും ഭാരതത്തിലെ വളരെ പ്രശസ്തങ്ങളായ പല മൂർത്തികളെയൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് വലിയ രൂപഭംഗിയൊന്നും ഉണ്ടാകത്തില്ല. ജഗന്നാഥൻ്റെയൊക്കെ വിഗ്രഹം നോക്കിയാൽ അപൂർണമായൊരു വിഗ്രഹമാണ്. പൂർണ്ണമായ വിഗ്രഹം പോലും അല്ല. ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശിവലിംഗത്തിൻ്റെ പല ശിവലിംഗ ആകൃതിയുള്ള ഒരു ശിവലിംഗത്തിൻ്റെ ആകൃതി പോലും അല്ല. ശരിക്കും ഒരു കൃത്യമായൊരു ആകൃതിയുള്ളതൊന്നും അല്ല ശിവലിംഗങ്ങൾ പലതും. അപ്പോൾ അതിൻ്റെ ആകൃതിക്കല്ല പ്രാധാന്യം, ആ കാണുന്ന രൂപത്തിനല്ല പ്രാധാന്യം. പക്ഷെ നമ്മളവിടെ ചെയ്യുന്ന പൂജകളെല്ലാം സമാനമാണ്. ഭാരതം മുഴുവൻ ചെയ്യുന്ന പൂജകൾക്ക് ഒരു സമാന സ്വഭാവമുണ്ട്. അപ്പോൾ ആ സമാന സ്വഭാവത്തോടുകൂടി നമുക്ക് ഉള്ളിൽ പൂജ ചെയ്യാൻ സാധിക്കും. ആ പൂജ ചെയ്യാൻ നമ്മൾ സ്വയം പരിശീലിക്കുക. അതാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ ഒരു പക്ഷേ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യകാലത്ത് അത് ഉപയോഗപ്പെട്ടിരുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ സമൂഹത്തിൽ ഏറ്റവും താഴെക്കടയിലുള്ള ജനങ്ങൾക്ക് വരെ സ്വന്തമായ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. സ്വന്തമായ ക്ഷേത്രങ്ങൾ അവർ പൂജകൾ നടത്തിയിരുന്നു. ഇന്നിപ്പം അങ്ങനത്തെ ഉച്ചനീചത്വങ്ങളും വേർതിരിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും ക്ഷേത്രങ്ങളിൽ പലതിൻ്റെ ആചാരങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നതിന് കാരണം ആ ഓരോ ജാതിക്കാരും അവരുടേതായ അവരാണ് പൂജ ചെയ്തിരുന്നത്. ആ ജാതിക്കാർ തന്നെയാണ് പൂജ ചെയ്തിരുന്നത്, ബ്രാഹ്മണരല്ല പൂജ ചെയ്തിരുന്നത്. വാസ്തവത്തിൽ തന്ത്രശാസ്ത്രം തന്നെ ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ബ്രാഹ്മണർക്ക് വിധിച്ചിട്ടുള്ള വേദവിധികളാണ്, വൈദികമായ ക്രിയകളാണ്. അപ്പോൾ തന്ത്രശാസ്ത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇത് ബ്രാഹ്മണൻ ഒഴിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ശൂദ്രനും മ്ലേച്ഛനും എല്ലാവർക്കും ഇത് തന്ത്രശാസ്ത്രം ഉപയോഗിക്കാം. പക്ഷേ ഉപയോഗിക്കാൻ പാടില്ലാത്തവരാണ് ബ്രാഹ്മണൻ മാത്രമാണ്. കാരണം ബ്രാഹ്മണന് വൈദികമായ ക്രിയകൾ വിധിച്ചിട്ടുണ്ട്, അവൻ അത് ചെയ്താൽ മതി. അപ്പോൾ അത്രത്തോളം വിദ്യാഭ്യാസവും അറിവും പക്വതയൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് തന്ത്രശാസ്ത്രം ഉപയോഗിച്ചിരിക്കുന്നത്. തന്ത്രശാസ്ത്ര പ്രകാരമാണ് നമ്മൾ ക്ഷേത്ര പ്രതിഷ്ഠയും ആചാരങ്ങളും എല്ലാം നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കും. പക്ഷേ അതിനെത്ര സ്വാതന്ത്ര്യമുണ്ട്. ഇത്രയധികം ഏത് തലത്തിലുള്ള ആർക്കും വേണ്ടിയിട്ട് പറ്റുന്ന മാർഗ്ഗങ്ങൾ തന്ത്രശാസ്ത്രം ഉപദേശിക്കുന്നുണ്ട്. വളരെ ഉയർന്ന പണ്ഡിതനാണ് തൊട്ട് തീരെ പാമരനായിട്ടുള്ളവർക്കും ഈ മൃഗബലിയോടെ ഉള്ള കാര്യങ്ങൾ വരെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ടവർക്കത് ചെയ്യാം, വേണ്ടാത്തവർക്ക് ചെയ്യേണ്ട. നമ്മുടെ മനസ്സത്രേ ഉയർന്നിട്ടുള്ള ആ സംസ്കാരത്തിൽ നിൽക്കുന്ന ഒരാളാണ്, കാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ്, വേടന്മാരാണ്, അവർക്ക് ആ മൃഗബലി കൂടി ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന അങ്ങനെ ചെയ്യാം. അതിനുള്ള വിധികളും തന്ത്രശാസ്ത്രത്തിലുണ്ട്. അപ്പോൾ നമ്മളതിനെ മോശമായിട്ടും കൊച്ചായിട്ടൊന്നും കാണണ്ട. അത് LKG തൊട്ട് PhD വരെ എടുക്കാൻ പറ്റുന്ന വലിയ യൂണിവേഴ്സിറ്റി പോലെ കണ്ടാൽ മതി. അപ്പം നമ്മൾ ഈ ശാസ്ത്രത്തിനകത്ത് നമ്മൾ പറയുന്ന ഈ വിധികൾ അത് പഠിച്ചവർക്ക് അത് ഉപയോഗപ്പെടുത്താം. നമ്മൾ നന്നായി പഠിച്ചിട്ടില്ല, നമുക്ക് ആർക്കും ഇനിയും പോയി തന്ത്രശാസ്ത്രം പഠിക്കാനുള്ള സാഹചര്യങ്ങളും ഇല്ല. അത് ഗുരുവിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ഗുരുവിൽ നിന്ന് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. ഗുരുവിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ പ്രയോജനപ്പെടുത്തുള്ളൂ. അതിന് കുറച്ച് ഇന്നത്തെ സാഹചര്യത്തിലാണ് അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്കില്ല. പക്ഷെ അമ്മ ഈ മാനസപൂജ പറഞ്ഞു തരുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മാനസപൂജ നേരത്തെ നമുക്ക് ഹൃദയത്തിൽ ക്ഷേത്രം സങ്കല്പിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ക്ഷേത്രം സങ്കല്പിക്കാം. അപ്പോൾ ആ ക്ഷേത്രം സങ്കല്പിച്ച് നമ്മൾ തന്നെ ആ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കാം. അപ്പോൾ ഈ 2 വരികളുടെ പറഞ്ഞു കഴിഞ്ഞു, ക്ഷേത്രം സങ്കല്പിക്കാം, പൂജ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ മാനസപൂജ ശരിക്കും ചെയ്യണമെങ്കിൽ, അതുകൊണ്ട് മനസ്സ് കൊടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ
നമുക്ക് സ്വന്തമായിട്ട് പൂശിലാർ ചെയ്തതുപോലെ ക്ഷേത്രം നിർമ്മിക്കാൻ വേണം. നമുക്ക് തന്നെ ക്ഷേത്രം സ്ഥലം കണ്ടെത്താം. ബാഹ്യമായിട്ട് നമ്മൾ കണ്ടിട്ട് വളരെ മനോഹരമായ സ്ഥലമോ, അല്ലെങ്കിൽ ഭാവനയിൽ നമ്മൾ കണ്ട ഒരു സ്ഥലമോ, ഹിമാലയം പോലൊരു സ്ഥലമോ, അല്ലെങ്കിൽ കടൽ തീരമോ, എവിടെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം നമ്മൾ മനസ്സിൽ കാണാം. അല്ലെങ്കിൽ നമ്മൾ ബാഹ്യമായിട്ട് കണ്ടിട്ടുള്ള സ്ഥലം, അവിടെ ഞാനൊരു ക്ഷേത്രം കെട്ടുന്നതായിട്ട് മനസ്സിൽ ഭാവിക്കാം. അത് കുറേ കൂടി എളുപ്പമാണ്. കാരണം ആ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ യാത്ര പോയ സ്ഥലം, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം അവിടെ കണ്ടപ്പോൾ അവിടെ നമുക്കൊരു ക്ഷേത്രം പണിതാൽ എങ്ങനെ ഇരിക്കും എന്ന് മനസ്സിൽ ഭാവന ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കൊരു സ്ഥലം കണ്ടെത്തി അവിടെ നമ്മൾ തന്നെ ഓരോരോ കല്ലായിട്ട് കൊണ്ടുവച്ച് ക്ഷേത്രം കെട്ടുന്നതായിട്ട് ഭാവന ചെയ്യും. അപ്പം ഇങ്ങനെ ഭാവന ചെയ്യുമ്പോൾ ഇതിനകത്ത് ആദ്യം വേണ്ടത് നമുക്ക് ക്ഷമയാണ്. കാരണം നമ്മൾ ഭാവന ചെയ്യുമ്പോൾ പെട്ടെന്ന് കഴിക്കാനാണ് നോക്കുന്നത്. പെട്ടെന്ന് ഈ പരിപാടി കഴിക്കണമെന്നാണ് നോക്കുക. അങ്ങനെ കഴിക്കാനല്ല നമ്മൾ പറയുന്നത്. മനോരാജ്യത്തിൻ്റെ ഗുണം, മനോരാജ്യത്ത് ധൃതി എന്ന് പറയുന്ന പരിപാടിയേ ഇല്ല. ആർക്കും ധൃതിയില്ല. മനോരാജ്യമാണ് ഏറ്റവും ക്ഷമ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. മനോരാജ്യത്തിൽ നമ്മൾ മുഴുകിയിരിക്കുകയാണ്. അവിടെ ധൃതിക്ക് സ്ഥാനമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് ആദ്യം നമ്മൾ തുടങ്ങുകയാണ്. ഈ മാനസപൂജ നമ്മൾ ആരംഭിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റു നമ്മൾ വിചാരിക്കണം നമുക്കിത് മാനസപൂജ ചെയ്യണം, പഠിക്കണം, ഇത് പരിശീലിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കണം. അപ്പോൾ ക്ഷേത്രം വേണം നമുക്ക്. ഒരു മാനസക്ഷേത്രം, ഹൃദയക്ഷേത്രം നമുക്ക് വേണം. ആ ഹൃദയക്ഷേത്രം എങ്ങനെയുള്ളതായിരിക്കണം? ഇങ്ങനെ കൊത്തുപണികളുള്ളതായിരിക്കണം, ഇന്ന ആകൃതിയിലുള്ളതായിരിക്കണം, ഇത്ര വലുതായിരിക്കണം. ഇതൊക്കെ നമ്മൾ സങ്കല്പിച്ചു. ഒന്നുകിൽ നമുക്ക് പെട്ടെന്ന് സങ്കല്പിച്ചതെല്ലാം മനസ്സുകൊണ്ട് ഭാവന ചെയ്യാം. പക്ഷെ അതിനേക്കാളും വ്യക്തതയുണ്ടാകുന്നത്, അതിനേക്കാളും ദൃഢതയുണ്ടാകുന്നത് നമ്മൾ സ്വയം ഓരോ ചെറിയ ചെറിയ അംശങ്ങളിലും ബാഹ്യമായിട്ട് നമുക്കൊരു ക്ഷേത്രം പൊക്കണമെങ്കിൽ എത്രത്തോളം സമയം എടുക്കും, എത്രത്തോളം അധ്വാനം ഉണ്ടാവും. ഇതേപോലെ അധ്വാനിക്കുന്നതായിട്ട് നമ്മൾ ഉള്ളിൽ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ക്രമേണ നമ്മൾ ആ ക്ഷേത്രം കെട്ടി പൊക്കിക്കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് ഇത്ര കല്ല് വെച്ചു എന്ന് നമുക്ക് അറിയാൻ പറ്റണം. ഇത്ര കല്ല് ഞാൻ വെച്ചു, മതിൽക്കെട്ട് ഇത്രയായി, ഇനി നാളെ ബാക്കി ചെയ്യാം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയം നമുക്ക് മറ്റു ജോലികളിൽ പോകുന്ന സമയത്ത് മനസ്സ് പൊക്കോട്ടെ, മനസ്സ് ഇവിടെ വന്ന് പൊക്കോട്ടെ. അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമല്ലോ. തിരിച്ച് മനസ്സിനൊരു വിശ്രമിക്കുന്ന സമയം വരുമ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പണി നമുക്ക് തുടരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ക്ഷേത്രങ്ങൾ നമുക്ക് ക്രമേണ കെട്ടി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഓരോ ദിവസത്തെ പണി നമ്മൾ കണക്ക് വയ്ക്കണം. ഇത്ര വരെയായി, ഇത്ര കല്ലായി, മതിലെത്രയായി, പ്രാകാരം എത്രയായി, ശ്രീകോൽ ഇത്രയായി. അങ്ങനെ നമ്മൾ ഓരോ ദിവസം നിർമ്മിച്ച് കൊണ്ടുവരുന്നുണ്ട്. കൊത്തുപണികൾ, ദ്വാരപാലകന്മാർ എല്ലാം നമുക്ക് ക്ഷേത്രത്തെക്കുറിച്ച് എന്തെല്ലാം സങ്കല്പങ്ങളുണ്ടോ ആ സങ്കല്പങ്ങൾ അനുസരിച്ച് ഒരു ക്ഷേത്രം നമ്മൾ അല്പാൽപമായിട്ട് ഉള്ളിൽ കൊത്തിയെടുക്കണം. നമുക്ക് ആ കൊത്തിയെടുക്കാനുള്ള ക്ഷമയൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല. ഞാനതൊരു നിർദ്ദേശം വെച്ചു എന്നേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അത് ചെയ്യാൻ വയ്യ, വേണ്ട. ക്ഷേത്രം ആൾറെഡി നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചെന്നിരിക്കട്ടെ. നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ക്ഷേത്രം ഉണ്ടാക്കി വെച്ചു. ഇനി ക്ഷേത്രത്തെ നമുക്ക് പൂജ ചെയ്യണം. നമ്മൾ തന്നെ പൂജ ചെയ്യാനുള്ളത്. വേറെ ആരും പൂജ ചെയ്യില്ല, സഹായിക്കാൻ ആരുമില്ല. നമ്മുടെ ഹൃദയക്ഷേത്രത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പൂജ ചെയ്യണമെങ്കിൽ ബാഹ്യമായിട്ട് നമ്മൾ പൂജ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? നമ്മൾ രാവിലെ പോയിട്ട് നട തുറന്നു, മണിയടിച്ചു, വിളക്ക് കത്തിച്ചു, പിന്നെ നിർമാല്യമൊക്കെ മാറ്റി പുതിയ പുഷ്പങ്ങളും മാലകളൊക്കെ ധരിപ്പിച്ചു. ആദ്യം കുളിപ്പിച്ചു, പിന്നെ അലങ്കാരങ്ങളൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു, ആരതി ചെയ്തു, നിവേദ്യം കൊടുത്തു. ഇതൊക്കെ നമ്മൾ ചെയ്യും. ബാഹ്യമായിട്ട് നമ്മൾ കാണുന്ന കാര്യം. ബാഹ്യമായിട്ട് പുറമേ ക്ഷേത്രത്തിൽ ഇതൊക്കെയാണ് നമ്മൾ ചെയ്ത് കാണുന്നത്, പുറമേ നിന്ന് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ചെയ്യണമെങ്കിൽ നമുക്കിതൊക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കണം. നമ്മൾക്ക് ഈ മനസ്സുപൂജ നമ്മൾ അമ്മയുടെ മുമ്പിൽ പോയിരുന്ന് അമ്മയുടെ പാദം എടുത്ത് തട്ടത്ത് വെച്ച് പാലെടുത്ത് ഒഴിച്ച് തൈരെടുത്ത് ഒഴിച്ചെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ കഴിഞ്ഞു. പക്ഷേ ഈ പാലും തൈരൊക്കെ എവിടെ നിന്ന് വരുന്നു? ബാഹ്യ ലോകത്ത് നമുക്ക് പാലും തൈരൊന്നും വെറുതെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ ആ പാലും തൈരും എല്ലാം നമ്മൾ ആദ്യം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരണം. ഇനി പാല് വേണമെങ്കിൽ പശു വേണം, പശു വേണമെങ്കിൽ പശുവിനെ വളർത്തണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പശുവിനെ കാണണം. ഇത് പൂക്കൾ വേണമെങ്കിൽ പൂന്തോട്ടം ഉണ്ടാവണം. അപ്പം നമ്മുടെ ഉള്ളിൽ പൂന്തോട്ടം നമ്മൾ കാണണം. ആ പൂന്തോട്ടത്തിൽ ഇന്ന ചെടികളുണ്ട്, അതിൽ നമ്മൾ പുഷ്പം നുള്ളുന്നതായിട്ട് കാണണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിനെ വളരെ വിപുലമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ വിപുലമായിട്ട് കാണാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഇതിനൊരു വ്യക്തതയുണ്ടാകും. നമ്മുടെ ഉള്ളിൽ നമ്മൾ കാണുന്ന രംഗം ഇതാണ്. നമ്മൾ എല്ലാ ദിവസവും സങ്കല്പിക്കുന്ന ക്ഷേത്രം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ഓരോ സൂക്ഷ്മാംശങ്ങളും നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞ് കാണാൻ നമുക്ക് പറ്റണം.